കഴിഞ്ഞ ദിവസം നമ്മൾ ഹിഡംബ ടെമ്പിളിൽ വെച്ചിട്ടല്ലേ നിർത്തിയത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ് കേട്ടോ. നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. എന്താണ് ഇതിൻ്റെ പ്രാർത്ഥനാ രീതിയും അതുപോലെ തന്നെ എന്താണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ മനസ്സിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. ഇതാണ് ഇവിടുത്തെക്കാരുടെ ട്രഡീഷണൽ വസ്ത്രധാരണ രീതി. ഇതിന് 100 രൂപയാണ് ചാർജ് വരുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ 100 രൂപയാണ് കേട്ടോ. അതുപോലെ തന്നെ ബോയ്സിൻ്റേത് ഇവിടെ കിട്ടും കേട്ടോ. ഞാനും ദിവമോളും ഇതെന്തായാലും ഇട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളിതാ ഒരുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നെറ്റിച്ചുട്ടിയും അതുപോലെ തന്നെ മാലയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ അവിടെയുള്ള ആൾക്കാർ നമ്മളടുത്തേക്ക് വരും കേട്ടോ. ഫോട്ടോസ് ഇങ്ങനെ ഓരോന്ന് കാണിച്ച് നമ്മളിങ്ങനെ അതിലിങ്ങനെ മുഴുകിപ്പോകും. അപ്പം നമുക്കിങ്ങനെ ആഗ്രഹം വരും, ഓ നല്ല അടിപൊളി ഫോട്ടോസാണല്ലോ, എന്തായാലും ക്യാമറ ഒക്കെ ആണല്ലോ നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളിതാ ദിവമോളെ കുറച്ച് ഫോട്ടോസ് എടുത്തു. അതുപോലെ ഞങ്ങളെ കുറച്ച് ഫോട്ടോസ് എടുത്തു, കപ്പിൾ ഫോട്ടോസ് എടുത്തു. എന്തായാലും ഈ ഒരു ട്രഡീഷണൽ രീതിയിൽ കാണാൻ നല്ല ഒരു വൈബ് തന്നെയാണ് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചെറിയൊരു പാർക്ക് തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ മുമ്പിൽ. സമയം ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ട്. അതുപോലെ തന്നെ വെയിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു. ദിവമോള് കുറച്ച് നേരം ഇതിൽ കയറി കളിച്ചൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ തിരിച്ച് ഞങ്ങൾ നടന്നാണ് പോയത്. പോകുന്ന വഴിക്കാണ് ഈ പച്ചക്കറി വണ്ടി കണ്ടത്. കുറച്ച് പച്ചക്കറിയും സാധനമെല്ലാം വാങ്ങി. അങ്ങനെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.